നമസ്കാരം, നാട്ടുവരമ്പിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനീസ ജമാൽ. തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിൽ മേലേമുക്കിലാണ് എൻ്റെ വീട്. ഞാൻ കഴിഞ്ഞ 18 വർഷമായി ടെറസിൽ ജൈവ രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്തു വരുന്നു. എൻ്റെ കുഞ്ഞു മട്ടുപ്പാവിലെ കാർഷിക വിശേഷങ്ങൾ നമുക്ക് കാണാം. ഞാൻ ജനിച്ച് വളർന്നത് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടുത്തെ ഒരു ഗ്രാമപ്രദേശമാണ്. എന്നാലും ഞങ്ങളുടെ കുഞ്ഞുനാളിൽ ഞങ്ങളുടെ വീട്ടിൽ കൃഷി ചെയ്യുന്നത് വയലിൽ, പറമ്പിലൊക്കെ ആയിരുന്നു. അന്നേ ഈ കൃഷിയോട് താല്പര്യമുണ്ട്. ഇത് കണ്ടാണ് നമ്മൾ വളരുന്നത്. അത് കഴിഞ്ഞ് വിവാഹശേഷം ഇവിടെ വന്നതിന് ശേഷം പരിമിതമായ സ്ഥലമാണ്. ഈ സ്ഥലത്ത് ചോലയില്ലാതെ പച്ചക്കറി കൃഷി ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടെറസിൽ നമുക്ക് കൃഷി തുടങ്ങിയത്. ഇതാണ് എൻ്റെ കുടുംബം. ഇതെൻ്റെ ഹസ്ബൻഡ് സദക്കത്തുള്ള നെയ്യാർഡാം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപകനാണ്. എനിക്ക് മൂത്തതൊരു മകനാണ്. മോന് നഗരൂർ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിലെ 4ാം വർഷ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. ഇതെൻ്റെ മകള് നീറ്റ് എക്സാം കഴിഞ്ഞ് അലോട്ട്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇവരാണ് എൻ്റെ ജീവിതത്തിൻ്റെയും കൃഷിയുടെയും കരുത്തായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നത്. രാവിലെയും വൈകുന്നേരങ്ങളിലും ഒരു 10 മിനിറ്റ് വീതം നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ തന്നെ മനസ്സിനൊരു ആശ്വാസമാണ്. സീസൺ അനുസരിച്ചാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. ക്യാബേജ്, കോളിഫ്ലവർ, ചതുരപ്പയർ, വാളരിപ്പയർ, ഇങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഞാൻ കൃഷി ചെയ്യാറുണ്ട്. പിന്നെ മഴയില്ലാത്ത സമയങ്ങളിൽ കൂടുതലായിട്ട് ടെറസിൽ കൃഷി ചെയ്യും. മഴ ഉള്ള സമയത്ത് മാത്രമാണ് പച്ചക്കറി കൃഷിയിൽ ചെറിയ ഒരു കുറവ് വരുത്തുന്നത്. എന്നിരുന്നാലും എൻ്റെ വീട്ടിന് ആവശ്യമുള്ള പച്ചക്കറി എപ്പോഴും എൻ്റെ ടെറസിൽ നിന്ന് തന്നെയാണ് എടുത്താണ് ഞാൻ പാചകം ചെയ്യാറുള്ളത്. ഞാൻ ടെറസിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന വിളകളെന്ന് പറയുന്നത് പയർ, പാവൽ, വെണ്ട, കത്തിരി, വഴുതന, പച്ചമുളക്, ചീര, ഇത്രയും ഐറ്റമാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. എൻ്റെ മക്കൾക്ക് താല്പര്യമുള്ള കൃഷി, അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളാണ് ഞാൻ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. എൻ്റെ മോനാണെങ്കിൽ പയറാണ് ഇഷ്ടം. അതുപോലെ തന്നെ എൻ്റെ മകൾക്കാണെങ്കിൽ വെണ്ടയാണ് ഇഷ്ടം. അപ്പോൾ അവരുടെ ഇഷ്ടം നോക്കിയിട്ടാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. ഞാൻ ടെറസിൽ ഗ്രോ ബാഗിലും ചെടിച്ചട്ടികളിലുമായിട്ടാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. ഹൈബ്രിഡ് വിത്തുകളാണ് ഞാൻ ടെറസിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്തു വരുന്നത്. ഇത് എൻ്റെ പയർ കൃഷിയാണ്. ഞാൻ ഇത് എല്ലാ പ്രാവശ്യവും പയർ കൃഷി ചെയ്യാറുണ്ട്. നല്ല വിളവ് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. നാംദാരി പയറാണ്, ഹൈബ്രിഡ് ഐറ്റമാണിത്. അപ്പോൾ ഇതിനകത്ത് നമുക്കിത് ഒത്തിരി പയർ നമുക്ക് കിട്ടും. നല്ല ഐറ്റം പയറാണിത്. കൂടുതലും ടെറസിൽ കൃഷി ചെയ്യുമ്പോൾ കൂടുതലും ഹൈബ്രിഡ് ഇനമാണ് സാധാരണ നമ്മൾ കൃഷി ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് ഒരുപാട് വിളവ് കിട്ടും. പക്ഷേ നമുക്കതിനകത്തുനിന്ന് വിത്തെടുക്കാനായിട്ട് സാധിക്കില്ല. ഇതിനകത്ത് പ്രധാനമായിട്ടും പ്രാണിശല്യം എന്ന് പറയുന്നത് മുഞ്ഞയും അതുപോലെ ചാഴിയുമാണ്. അപ്പോൾ ഈ ചാഴിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഈ കെണി വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒരുവിധമുള്ള പ്രാണികളെല്ലാം അതിനകത്ത് വന്ന് വീഴുകയും അതുപോലെ തന്നെ മുഞ്ഞയ്ക്ക് വേണ്ടിയിട്ട് സാധാരണ ചെയ്യുന്നത് വേപ്പെണ്ണ മിശ്രിതമാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഇതിനകത്തും ഈ പറയുന്നത് പോലെ അടിവെള്ളം നന്നായിട്ട് കൊടുത്തുകൊണ്ടാണ് ഗ്രോ ബാഗ് നിറച്ചതിന് ശേഷം ഇത് വളരുന്നതനുസരിച്ച് അതിന് നമുക്ക് ചാണകപ്പൊടിയും അല്ലെങ്കിൽ പച്ചച്ചാണകം വെള്ളത്തിൽ കലക്കി കൊണ്ട് അതിനകത്ത് തളിച്ചു കൊടുക്കുകയൊക്കെ ഇങ്ങനെ മാറി മാറി ചെയ്യും. പയർ നട്ട് ഒരു 45 ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഒരു 2 ആഴ്ച നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് കിട്ടും. ഈ കാണുന്നത് ഹൈബ്രിഡ് ഇനം സലാഡ് വെള്ളരിയാണ്. സ്നോ വൈറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. നല്ല രീതിയിൽ കായ്ഫലം തരുന്ന ഇനം
വെള്ളരിയാണ്. മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്ന വളങ്ങളെന്ന് പറയുന്നത് ചാണകപ്പൊടി, ചകിരിച്ചോറ്, വേപ്പിൻ പിണ്ണാക്ക്, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി ഇതെല്ലാം കൂടി ചേർത്താണ് അടിവളം നന്നായിട്ട് കൊടുത്തുകൊണ്ടാണ് ഈ ഗ്രോ ബാഗ് നിറയ്ക്കുന്നത്. അതിൽ കൂടെ തന്നെ നല്ല ശക്തിയായിട്ട് നല്ല പുഷ്ടിയോടുകൂടി ഈ ചെടികൾ വളർന്നു വരും. പിന്നെ ഈ വളരുന്നതനുസരിച്ച് നമുക്ക് പിന്നെ ഇതിൻ്റെ മഴ സീസൺ ആണെങ്കിൽ നമ്മൾ പിന്നെ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ വേനൽ സമയങ്ങളിലാണെങ്കിൽ പച്ചച്ചാണകം കലക്കി പിന്നെ വെള്ളത്തിന് കലക്കിയാണ് ഒഴിച്ചു കൊടുക്കും. ഈ സ്നോ വൈറ്റ് സലാഡ് വെള്ളരി നമ്മൾ നട്ട് ഒരു 45 ദിവസമൊക്കെ ആകുമ്പം തന്നെ നമുക്ക് കായ്ഫലം തന്നു തുടങ്ങും. 2 ആഴ്ചയാണ് നല്ല രീതിയിൽ കായ്ക്കുന്നത്. നന്നായിട്ട് നമ്മൾ ഈ ഗ്രോ ബാഗ് സൂക്ഷിക്കുവാണെങ്കിൽ 3-4 പ്രാവശ്യം വരെ നമുക്ക് ഒരു ഗ്രോ ബാഗ് തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഫില്ല് ചെയ്യുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് പകുതി അല്ലെങ്കിൽ ഒരു 1/4 ഭാഗത്തിനും താഴെ മാത്രമേ ഇതിനകത്ത് നമുക്ക് മണ്ണും വളങ്ങളും മിക്സ് ചെയ്ത് നമ്മൾ ഈ ഗ്രോ ബാഗിൽ എടുക്കുകയുള്ളൂ. വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഗ്രോ ബാഗ് കൃഷി കഴിഞ്ഞിട്ട് മണ്ണ് വീണ്ടും തട്ടുമ്പോഴും ഒക്കെ നമ്മൾ ഈ ഗ്രോ ബാഗ് ശ്രദ്ധിച്ചെടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് കീറിപ്പോവും. അപ്പോൾ നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ ഇരിക്കും. ഒരു 4 പ്രാവശ്യത്തോളം നമുക്ക് ഈ ഒരു ഗ്രോ ബാഗ് തന്നെ ഉപയോഗിക്കാം. ഗ്രോ ബാഗിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മണ്ണും വളവും എല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒരു 1/4 ഭാഗത്തോളം മതിയാവും നമുക്ക്. പിന്നെ ഈ ചെടി വളരുന്നതനുസരിച്ച്, അതായത് വിത്ത് പാകി മുളപ്പിച്ച് വന്ന് തയ്യായതിന് ശേഷം ഗ്രോ ബാഗിൽ നിറയ്ക്കുന്ന ഐറ്റവും ഉണ്ട്, അല്ലാതെ നേരിട്ട് ഗ്രോ ബാഗിൽ വിത്തിട്ട് മുളപ്പിക്കുന്ന ഐറ്റവും ഉണ്ട്. അപ്പോൾ നമുക്ക് പയർ, സലാഡ്, വെള്ളരി ഇതെല്ലാം വിത്ത് നേരിട്ട് പാകി കിളിച്ച് വരുന്നതാണ്. അല്ലെങ്കിൽ മുളക്, കത്തിരി, വഴുതന ഐറ്റമൊക്കെ ആണെങ്കിൽ നമ്മളൊരു ഗ്രോ ബാഗിൽ പാകി വെച്ചതിന് ശേഷം അല്ലെങ്കിൽ പോട്രയിൽ പാകി വെച്ചതിന് ശേഷം ഒരു കുറച്ച് വളർന്നതിന് ശേഷം അതിനെ നമ്മൾ ഗ്രോ ബാഗിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് 3 ആഴ്ച പ്രായമായിട്ടുള്ള കത്തിരി തൈയാണിത്. എനിക്ക് ടെറസിൽ നല്ല വിളവാണ് ഇതിനെല്ലാം കിട്ടുന്നത്. ഇനിയിപ്പോൾ ഇതൊരു ഒരു മാസത്തിനകം വെച്ചിട്ട് ഇത് കായ്ക്കുന്നതാണ്. ഈ ഗ്രോ ബാഗുകൾ വെക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം ചിരട്ട വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഓട് വെച്ച് അതിൻ്റെ മുകളിലാണ് ഈ ഗ്രോ ബാഗും ചെടിച്ചട്ടിയും എല്ലാം ഞാൻ ടെറസിൽ വെച്ചിട്ടുള്ളത്. ഇങ്ങനെ വെക്കുന്നത് കാരണം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ടെറസ് ചീത്തയാകാതെ സൂക്ഷിക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഈ ടെറസിൽ എല്ലാവരും പറയും ടെറസിൽ ചെയ്ത് കഴിഞ്ഞാൽ ചോർച്ച ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്ക് കഴിഞ്ഞ 18 വർഷമായി, 18 വർഷത്തിന് മുകളിലാവും ഈ വീട് വെച്ച സമയം മുതൽ തന്നെ ഞാൻ ഇവിടെ ടെറസ് കൃഷി ചെയ്യുന്നുണ്ട്. എനിക്കിതുവരെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മട്ടുപ്പാവ് കൃഷിയിൽ പ്രധാനമായിട്ട് നമ്മൾ സൂക്ഷിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കാതെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അപ്പോൾ അതിന് നല്ല കെയറിങ് വേണം. അതായത് ആഴ്ചതോറും മണ്ണോ ഇലകളോ ഒക്കെ തറയിൽ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം വൃത്തിയാക്കി നീറ്റായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ടെറസിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഓരോ പ്രാവശ്യവും നല്ല കൂടുതൽ വിളവാണ് ലഭിക്കുന്നത്. പച്ചക്കറി കൃഷിയിലെ വളരെ പ്രധാനപ്പെട്ട 2 ഘടകങ്ങളാണ് വളപ്രയോഗവും അതുപോലെ കീടനിയന്ത്രണവും. ഇത് രണ്ടും ഞാൻ ജൈവ രീതിയിൽ മാത്രമാണ് അവലംബിക്കുന്നത്. അതുപോലെ എൻ്റെ അടുക്കളയിലെ പച്ചക്കറി വേസ്റ്റുകളെല്ലാം തന്നെ ഞാൻ ബയോ കമ്പോസ്റ്റ് ബിന്നിലാക്കി വളമാക്കി ഇതും എൻ്റെ പച്ചക്കറി കൃഷിക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ച് വരുന്നു. ഞാൻ എൻ്റെ ഈ മട്ടുപ്പാവിൽ കീടങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഫെറമോൺ കെണി, ഇത് ഫെറമോൺ കെണിയാണ്. കായ്ച്ചകളെയൊക്കെ നമുക്ക് ഇതിനകത്ത് പിടിക്കാൻ പറ്റും. ഈ ഫെറമോൺ കെണി ഇതുപോലെ നമ്മുടെ പന്തലിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിടും. ഫെറമോൺ കെണിയിൽ വയ്ക്കുന്ന ഒരു ചോക്കാണ്. ഇതിൻ്റെ മണം കൊണ്ടാണ് ഈ കായ്ച്ചകൾ വന്ന് ആകർഷിച്ച് ഈ ട്രാപ്പിൽ വീഴുന്നത്. അപ്പം ഇത് നമുക്ക് ഒരു
കൃഷി തീരുന്നത് വരെ നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് മഞ്ഞക്കെണിയാണ്. ഈ മഞ്ഞക്കെണി ഇതിനും നമുക്ക് ദോഷമായിട്ട് വരുന്ന പ്രാണികളെയൊക്കെ നമുക്ക് ഇതിനകത്ത് വന്നിങ്ങനെ ഒട്ടിയിരിക്കും. ഇതിനകത്ത് വേപ്പെണ്ണ പുരട്ടിയാണ് ഈ ബോർഡ് നമ്മളിങ്ങനെ വെക്കുന്നത്. ഇതിൻ്റെ പശ കൊണ്ടിട്ട് ഇതിനകത്ത് വന്നിങ്ങനെ ഒട്ടിയിരിക്കും. അങ്ങനെ നമുക്കിതിനെ പിടിക്കാൻ പറ്റും. ജൈവ രീതിയിൽ ഒരു തരത്തിലുള്ള കെമിക്കലും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുന്നതിന് ഇങ്ങനെയുള്ള കെണികൾ വെച്ചിട്ട് പന്തലിൽ കെണികൾ ഒരുക്കി നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. ഇത് ഒരു നാടൻ ഐറ്റമാണ് ചുവന്ന വെണ്ട. ഇത് ഒത്തിരി വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തു വരുന്ന, ആദ്യം എൻ്റെ കൃഷി തുടങ്ങിയ കാലഘട്ടത്തിൽ മുതൽ എൻ്റെ കയ്യിലുള്ള ഒരു ഐറ്റമാണ് ഈ വെണ്ട. നമ്മുടെ ഇവിടെ ഉള്ള ഒരു ദിലീപ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ തന്ന വിത്താണിത്. അന്ന് മുതൽ ഇതുവരെയും ഞാൻ കൃഷി ചെയ്യുന്ന, അതിൽ നിന്ന് വിത്തെടുത്ത് വെച്ചിട്ടാണ്. നല്ല വെയിറ്റും നല്ല വളർച്ചയും ഉള്ള ടൈപ്പാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഈ വെണ്ട. ഇതിൻ്റെ വിത്തുകൾ ഞാൻ പലർക്കും ആവശ്യപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇതിൻ്റെ വിത്തുകളും കൊടുക്കാറുണ്ട്. വെണ്ട കൃഷിക്ക് നമ്മൾ മണ്ണ് മിക്സ് ചെയ്യുന്ന സമയത്ത് കുമ്മായ ഇട്ട് മണ്ണിനെ വെയിൽ കൊള്ളിച്ച് നല്ല ട്രീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിനകത്ത് ചാണകപ്പൊടിയും വേപ്പൻ പിണ്ണാക്കും മണ്ണിര കമ്പോസ്റ്റും എല്ലുപൊടിയും ഒക്കെ മിക്സ് ചെയ്തുകൊണ്ടാണ് ഇതിനകത്ത് ഗ്രോ ബാഗ് നിറയ്ക്കുന്നത്. അപ്പോൾ ഇത് വിത്ത് മുളപ്പിച്ച് അത് നമ്മൾ പാകി വെച്ചിട്ടല്ല, അല്ലാതെ തന്നെ നേരിട്ട് ഗ്രോ ബാഗിൽ വിത്തിട്ട് മുളപ്പിച്ചത് തന്നെയാണ് ഇതിനകത്ത് ഇത് വളർത്തുന്നത്. പൂ വരുന്ന ആ സമയമാകുമ്പോഴേ വീണ്ടും നമ്മൾ ഇതിനകത്ത് ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് ഇല ചുരുട്ടി പുഴുവാണ് ഇതിനകത്ത് വരുന്നത്. ഇതിപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് മരുന്നുകളൊന്നും തന്നെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ ഇല ചുരുട്ടി പുഴുവാണെങ്കിൽ നമുക്ക് ചുരുണ്ടിരിക്കുന്ന ഭാഗം നമുക്ക് നോക്കിയെടുത്തിട്ട് അതിനെ പുഴുവിനെ പിടിച്ച് നമുക്ക് കൊന്നു കളഞ്ഞാൽ മതി. പിന്നെ അല്ലാതെ വലിയ ശല്യമായിട്ട് വരുവാണെങ്കിൽ അതിനകത്ത് വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കും. ഈ പച്ച വെണ്ടയുടെ പേര് രമ്യ എന്നാണ്. ഇത് ഹൈബ്രിഡ് ഇനമാണ്. ഇത് എനിക്ക് കൃഷിഭവൻ വഴി കിട്ടിയ വിത്താണ്. ഇത് കായ്ച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. രാവിലെയും ഒരു അരക്കപ്പ് വെള്ളവും വൈകുന്നേരവും ഇതുപോലെ തന്നെ നല്ല വെയിലാണെങ്കിൽ വൈകിട്ടും ഒരു അരക്കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ ഈ ഗ്രോ ബാഗിന് ആവശ്യമുള്ളൂ. ഈ വെണ്ടയിലെ മണ്ണ് റീഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും മിക്സ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇനി അടുത്തത് ഞാൻ വെണ്ട തന്നെയല്ല വയ്ക്കുന്നത്. അടുത്തത് ഇതിനെ ഞാൻ പയർ നടുന്നതിനോ അല്ലെങ്കിൽ സലാഡ് വെള്ളരി നടുന്നതിനോട്ട് മാറ്റും. ആദ്യം ചിരട്ട വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഓട് വയ്ക്കും. ഓടിൻ്റെ പുറത്താണ് ഈ ഗ്രോ ബാഗ് വെക്കുന്നത്. ഇതെന്തിനാണ് ഇങ്ങനെ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രോ ബാഗിൻ്റെ അടിയിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഒലിച്ച് ഗ്രോ ബാഗിൻ്റെ അടിയിൽ കെട്ടി നിൽക്കില്ല. അപ്പോൾ ഇതിങ്ങനെ ശകലം പൊക്കി വയ്ക്കുന്നത് കാരണം അധികമായിട്ട് വരുന്ന വെള്ളം ഇതിൻ്റെ അടിയിൽ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉണങ്ങിപ്പോവാൻ പറ്റും. അതുകൊണ്ട് ഈ ശകലം പൊക്കി വയ്ക്കുന്നത് കൊണ്ട്. വിവിധ കാർഷിക പദ്ധതികൾ നമുക്ക് ഇപ്പോൾ ലഭ്യമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഇത്തരം പദ്ധതികളെല്ലാം തന്നെ പരമാവധി പ്രയോജനപ്പെടുത്താറുണ്ട്. കൃഷി വകുപ്പിൻ്റെ VDM പദ്ധതി പ്രകാരം നമ്മുടെ സ്റ്റാഗേർഡ് ക്ലസ്റ്ററിലെ ഒരു അംഗം കൂടെയാണ് ശ്രീമതി അനീസ ജമാൽ. അതോടൊപ്പം തന്നെ നമ്മുടെ MIDH പദ്ധതി പ്രകാരം ഹൈബ്രിഡ് വെജിറ്റബിൾ സീഡ്ലിങ്സാണ് അവരിവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ തന്നെയാണ് ഈ വിത്തുകളെല്ലാം കഴിഞ്ഞ വർഷം പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് ആ പദ്ധതി പ്രകാരം ഈ അനീസ ജമാലിനെ പോലുള്ള നിരവധി വീട്ടമ്മമാർക്കും മറ്റ് കർഷകർക്കും കൊടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയ ഒരു വീട്ടമ്മയും കൂടെയാണ് ശ്രീമതി അനീസ ജമാൽ. ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നിരോധനം, അതിലെ അതിൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളൊരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് മാറ്റിയിട്ട് മൺചട്ടികളിലും HDP ചട്ടികളിലും കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സബ്സിഡിയും അതേ പദ്ധതി പ്രകാരം നൽകുന്നുണ്ട്. അതിന് പുറമെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് തന്നെ അടുക്കളത്തോട്ടം എന്നുള്ളൊരു പദ്ധതി വെച്ചിട്ട് ആ പദ്ധതി പ്രകാരം വീട്ടമ്മമാർക്ക് പച്ചക്കറി തൈകളും പച്ചക്കറി വിത്തുകളും അതോടൊപ്പം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ബാക്കി ജൈവവളങ്ങളും ഉൽപ്പാദന ഉപാധികളും നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതി കഴിഞ്ഞ വർഷം നമ്മൾ നടപ്പിലാക്കിയിരുന്നു. അതിലെ ഒരു ഗുണഭോക്താവും കൂടെയാണ് ശ്രീമതി അനീസ ജമാൽ. കുറ്റിച്ചൽ പഞ്ചായത്ത് CDSൻ്റെ പൂവനി 2024 സ്കീമിൽ ഉൾപ്പെട്ടതാണ് ഈ ജമന്തി കൃഷി. പച്ചക്കറി കൃഷി ചെയ്യുന്നിടത്ത് കീട നിയന്ത്രണത്തിന് ഈ ജമന്തി നല്ലതാണ്.
ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് ഈ ജമന്തി തൈകളെല്ലാം നട്ടിട്ടുള്ളത്. ഒരു 45 ദിവസമായിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം സ്യൂഡോമോണസ് കലക്കി ഇതിനകത്ത് തളിച്ചു കൊടുക്കാറുണ്ട്. അതായത് വാട്ടർ രോഗമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മുൻകരുതൽ എന്നോണം പച്ചക്കറി കൃഷിയുടെ ഇടയിൽ ജമന്തി കൃഷി വളരെ നല്ലൊരു കാര്യമാണ്. ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് സിസ്റ്റമാണ് ഇവിടെ അനുവർത്തിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ പെസ്റ്റ് കൺട്രോളിംഗ് മെത്തേഡ്, പരമാവധി കീടങ്ങളെ ചെറുത്ത് നിൽക്കുന്നതിന് വേണ്ടി നമ്മുടെ ജമന്തി കൃഷി രീതി ഇവിടെ അവലംബിച്ചിട്ടുണ്ട്. പരമാവധി കീടങ്ങളെ ജമന്തി കൃഷിയിൽ കൂടി തടയാൻ നമുക്ക് സാധിക്കുന്നു. ആഘോഷവേളകളിൽ പൂവിന് വേണ്ടി നമ്മൾ മറ്റ് സ്ഥലത്ത് ആശ്രയിക്കാതെ സ്വയം കുറ്റിച്ചൽ പഞ്ചായത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. 5 ഏക്കറോളം ഭൂമിയിലാണ് ഇന്ന് പുഷ്പകൃഷി കുറ്റിച്ചൽ പഞ്ചായത്ത് CDSൻ്റെ കീഴിൽ നടപ്പിലാക്കുന്നത്. ജൈവ രീതിയിൽ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് വിളവ് ചിലപ്പം കുറവായിരിക്കും. എന്നിരുന്നാൽ തന്നെയും ജൈവ രീതി തന്നെയാണ് എപ്പോഴും നല്ലത്. വിശ്വസിച്ച് കഴിക്കാൻ പറ്റും നമുക്ക്. നമുക്ക് ആവശ്യമായ വിഷരഹിത പച്ചക്കറിയും മറ്റ് ധാന്യങ്ങളും കൃഷി ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് ആവശ്യമായ സാധനം പോയിട്ട് ഒരു ചെറിയ വരുമാനത്തിന് ഇത് മറ്റ് വിപണികളിൽ വിൽക്കുകയും കൂടി ചെയ്യാമെന്ന് കുറ്റിച്ചൽ പഞ്ചായത്തിലെ ചുരുക്കം ചില കർഷകരിൽ അത് ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് ബഹുമാനിയായ അനീസ ജമാൽ. അവരുടെയൊക്കെ ഈ ഇടപെടൽ പൊതുസമൂഹത്തിന്, ഇപ്പോൾ കുറ്റിച്ചൽ പഞ്ചായത്തിലെ യുവാക്കളടക്കം ഇതൊരു വലിയ പ്രേരക ശക്തിയായി മാറിയിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം എൻ്റെ പുരയുടെ കൃഷിയാണ്. മഞ്ഞൾ, ഇഞ്ചി, അതുപോലെ കൂവക്കിഴങ്ങ്, ചേമ്പ്, ചേന, ഇതെല്ലാം ഈ വിത്തുകളെല്ലാം തന്നെ എനിക്ക് കൃഷിഭവൻ വഴി ലഭിച്ചതാണ്. നല്ല രീതിയിലുള്ള വിളവ് എനിക്ക് ലഭിക്കുന്നുണ്ട് ഓരോ വർഷവും. പിന്നെ വീട്ടിനാവശ്യമുള്ള മഞ്ഞൾപ്പൊടി എൻ്റെ വിളയിൽ നിന്നെടുക്കുന്ന മഞ്ഞൾ പൊടിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് ആവശ്യമുള്ള ഇഞ്ചി എല്ലാം ഈ വിളയിൽ നിന്നാണ് എനിക്ക് ലഭിക്കുന്നത്. അതുപോലെ കപ്പ, ഓമയ്ക്ക, കുറ്റി കുരുമുളക് ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ ഈ പരിമിതമായ സ്ഥലത്തു നിന്നാണ് എനിക്ക് ലഭിക്കുന്നത്. പുരടുപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നെങ്കിൽ ഇതിനകത്ത് തളിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വേപ്പണ മിശ്രിതമാണ് തളിച്ചു കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ തളിച്ചു കൊടുക്കും. അതുപോലെ തന്നെ സ്യൂഡോമോണസ് ആഴ്ചയിലൊരിക്കൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുകയും മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തീർത്തും ജൈവ രീതിയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് വിശ്വസിച്ച് നമുക്ക് ഒന്നും പേടിക്കാതെ കഴിക്കാം. പച്ചക്കറി പുറത്തുനിന്ന് ഞാൻ വാങ്ങിക്കാറില്ലെന്ന് തന്നെ പറയാം. ഒരു പച്ചക്കറി ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് മുരിങ്ങയിലയുണ്ട്. മുരിങ്ങയില എടുത്ത് തോരൻ വെച്ച് അതാണ് കൊടുക്കുന്നത്. ഇത് മാലി മുളകാണ്, നല്ല എരിയുള്ളതാണ്. ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും നിഷ്പ്രയാസം വീട്ടിൻ്റെ മുറ്റത്ത് ഒരു ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ ഇത് നമുക്ക് നട്ടു വളർത്താവുന്നതാണ്. നമ്മുടെ ആവശ്യത്തിനുള്ളത് ഉപയോഗിക്കാം. ഇതുപോലെ തന്നെ ഇത് നമ്മുടെ ചന്തയിൽ നല്ല മാർക്കറ്റുള്ളൊരു സാധനമാണ്. ഇത് എണ്ണയാണ് കൊടുക്കുന്നത്. ഇത് 12 മുളക് 20 രൂപയ്ക്കാണ് നമ്മുടെ വനിതാ കർഷകർ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അതുപോലെ കാന്താരിയുണ്ട്. ഇത് നമുക്ക് മീൻകറിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല മണവും നല്ല എരിവും ഒക്കെ കിട്ടും. അതുപോലെ തന്നെ ചമ്മന്തി അരയ്ക്കാനൊക്കെ നല്ലതാണ്. ഇതിപ്പം 1/2 കിലോ തന്നെ 300 രൂപ വിലയുണ്ട്. ഇതിന് 1 കിലോയ്ക്ക് 600 രൂപ വില വരെ ഉണ്ട്. എൻ്റെ ആവശ്യത്തിനുള്ള അത് കഴിഞ്ഞിട്ട് അധികം ഞാൻ നാട്ടുചന്തയിൽ വിപണിയിൽ കൊടുക്കും. ഇത് തൊണ്ടമുളകാണ്. ഇത് നമുക്ക് സാമ്പാറിലിടാം. അതുപോലെ തന്നെ മീൻകറിക്കൊക്കെ ഉപയോഗിക്കാം. ഇതിന് ശകല എരിവ് കുറവാണ്. ഇതും നല്ല വിലയുള്ള, മാർക്കറ്റിൽ കൊടുത്താൽ നമ്മുടെ നാട്ടുചന്തയിലൊക്കെ നല്ല വിലയുള്ളതാണ്. ഇത് വള്ളിക്കുരുമുളകാണ്. ഇത് ഞാനിങ്ങനെ എൻ്റെ മതിലിനകത്താണ് പടത്തിയിട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് ശരിക്കും എനിക്ക് മുളക് ലഭിക്കാറുണ്ട്. പ്രത്യേകിച്ച് വളമൊന്നും ഇതിന് വേണ്ട. ഇത് നല്ല ഒരു തണലിലും വളരും. വെയിലൊന്നും അധികം വേണമെന്നില്ല, അധികം വെള്ളം വേണമെന്നില്ല. ഇതെവിടെ വേണമെങ്കിലും നമുക്ക് വളർത്താവുന്ന കുരുമുളകാണ്. ഇത്രയുള്ളെങ്കിൽ നിറച്ച് കായ്ക്കും. എല്ലാം ബഡാണ്. ഇപ്പോൾ ഞങ്ങൾ പഞ്ചായത്തിൻ്റെ കീഴിൽ തന്നെ ഒരു കാർഷിക സമിതി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി യുവാക്കൾ വരെ, പുതിയ കർഷകർ വരെ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ കൃഷി വകുപ്പിൻ്റെയും
പഞ്ചായത്തിൻ്റെ ചെറുതും വലുതുമായ സഹായങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മേഖലയിലേക്ക് നല്ല ഒരു വിഭാഗം ആളുകൾ കടന്നു വരുന്നുണ്ട്. അതിൽ സന്തോഷമുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഈ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന അനീസ ജമാൽ. എത്രയോ വർഷമായി മാതൃകാപരമായ കൃഷി സംവിധാനം നടപ്പാക്കുന്ന ഒരാളാണ്. വീട്ടിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള പച്ചക്കറികൾ ഞങ്ങളിവിടെ നാട്ടുചന്തയെന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. അത് മാസത്തിൽ 3 പ്രാവശ്യം നമ്മുടെ കുറ്റിച്ചൽ പഞ്ചായത്തിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ജൈവ പച്ചക്കറി കൃഷി ചെയ്യുന്ന നമ്മുടെ പഞ്ചായത്തിലുള്ള വനിതകളുടെ പച്ചക്കറികളെല്ലാം ഈ വിപണിയിൽ കൊണ്ടുവന്ന് ഞങ്ങൾ വിപണനം നടത്താറുണ്ട്. എന്നെപ്പോലുള്ള വീട്ടമ്മമാർക്ക് വീട്ടിൽ കൃഷി ചെയ്യുന്നതിന് ഈ സോഷ്യൽ മീഡിയ വളരെ അധികം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്കിപ്പോൾ വിരൽ തുമ്പിൽ കിട്ടുന്നുണ്ട്. യൂട്യൂബ് വഴിയാണെങ്കിലും വാട്സപ്പ് വഴിയാണെങ്കിലും ഫേസ്ബുക്ക് വഴിയാണെങ്കിലും പുതിയ അറിവുകൾ, കൃഷി രീതികൾ ഇതെല്ലാം സ്വായത്തമാക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. കുറ്റിച്ചൽ പഞ്ചായത്ത് CDSൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള JLG ഗ്രൂപ്പുകളെ ചേർത്തുകൊണ്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഈ ഗ്രൂപ്പിനകത്ത് ഒരു 250ഓളം ഗ്രൂപ്പ് അംഗങ്ങളും ഉണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം വീട്ടിലെ ജൈവ പച്ചക്കറികൾ നമ്മൾ ഈ ഗ്രൂപ്പിലൂടെ അറിയിപ്പ് കൊടുത്ത് ആവശ്യക്കാരെ കണ്ടെത്തി അവർക്കത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്കിഷ്ടമുള്ളത് പെയിൻറ്റിങ്സ് ആണ് ഹോബിയായിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ചിത്രങ്ങളൊക്കെ വരയ്ക്കാറുണ്ട്. മിക്കവാറും ഞാൻ ഇവിടെ മട്ടുപ്പാവിൽ നിന്നിട്ടാണ് വരയ്ക്കാറുള്ളത്. ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ പച്ചപ്പിൻ്റെ ഇടയിൽ നിന്ന് വരയ്ക്കുന്നത് ഒരു പോസിറ്റീവ് എനർജി കിട്ടും. കൂടുതലും പ്രകൃതി ദൃശ്യങ്ങൾ വരയ്ക്കാനാണ് ഇഷ്ടം. ഇപ്പോൾ ഇവിടെ പടത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതും പച്ചക്കറികൾ തന്നെയാണ്. ഞങ്ങളുടെ ഇവിടുത്തെ ടെറസിൽ വിഷമൊന്നും ഇല്ലാത്ത ജൈവ രീതിയിലാണ് ഇവിടെ പച്ചക്കറി കൃഷി ചെയ്യുന്നത്. വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചക്കറിയുടെ ഒരു പടം വരച്ചിരിക്കുന്നത്. എല്ലാവരും വീട്ടിൽ തന്നെ ഉള്ള സ്ഥലങ്ങളിൽ പച്ചക്കറികളെ നട്ടുപിടിപ്പിച്ച് അത് തന്നെ കറികളിലൊക്കെ ഉൾപ്പെടുത്തി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പുതിയ തലമുറയ്ക്കെന്ന് പറയുന്നത് നമ്മൾ എന്താ കൃഷിയിലോട്ട് വരിക. നമ്മളിപ്പോൾ അതൊരു ഒരു തൊഴിൽപരമായിട്ട് കണ്ടില്ലെങ്കിലും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അത്യാവശ്യം നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ കൃഷി ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഒരു 10 ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് അത്യാവശ്യത്തിന് 2 പച്ചമുളകോ 2 കത്തിരിക്കയോ 2 വെണ്ടയ്ക്കയോ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അത് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് എല്ലാം പുറമെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഹസ്ബൻഡും മക്കളും അവരുടെ ദൈനംദിന കാര്യങ്ങൾക്ക് ശേഷം കൃഷിയിൽ പരിപൂർണമായി എനിക്ക് പിന്തുണ നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര മികച്ച രീതിയിൽ എനിക്ക് ഇപ്പോഴും കൃഷി തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുന്നത്. എൻ്റെ കുഞ്ഞു മട്ടുപ്പാവിലെ കാർഷിക വിശേഷങ്ങളാണ് നിങ്ങൾ ഇതുവരെ കണ്ടത്. പരിമിതമായ സ്ഥലമാണ് ഉള്ളതെങ്കിലും ഉള്ള സ്ഥലത്ത് ജൈവ രീതിയിൽ ഇതുപോലെ പച്ചക്കറി എല്ലാവരും കൃഷി ചെയ്യണം. ഇതിലൂടെ നമുക്ക് നല്ലൊരു യുവതലമുറയെ വാർത്തെടുക്കാൻ സാധിക്കണം. നാട്ടുവരമ്പിൻ്റെ ഈ അധ്യായം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.